ഹായ് നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേ എന്ന സീരിയലിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം അലീന ഒരു ദിവസം ഗ്രേസിയാൻ്റെ വീട്ടിൽ തങ്ങാമെന്ന് സമ്മതിക്കുന്നു. ഓർഫനേജിൽ പോയി ചിന്നിക്കുട്ടിയും കാണുമല്ലോ. അങ്ങനെ അലീന അവിടെ ആക്കിയിട്ട് മനുഷ്യങ്കർ തിരികെ പോകുന്നു, പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട്. രാത്രി ആയപ്പോഴേക്കും ബബിത അലീനയുടെ റൂമിൽ കയറി അലീനയുടെ ഡ്രസ്സെല്ലാം കത്രിക വെച്ച് മുറിച്ചിടുവാണ്. ബബിതയ്ക്ക് ദേഷ്യമുണ്ടല്ലോ, ഫ്ലോർ തുടച്ചതിൻ്റെതും ഗ്ലാസ്സിൻ്റെ ചില്ല് പറക്കിയെടുത്തതിൻ്റെയൊക്കെ ഒരു ദേഷ്യം, ഒരു പ്രതികാരം, റിവെഞ്ച് എന്ന രീതിയിൽ എല്ലാം മനസ്സിൽ കരുതി വെച്ചിട്ട് തുണിയെല്ലാം മുറിച്ചിടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ബാലേന്ദ്രൻ എഴുന്നേറ്റ് പത്രമൊക്കെ വായിക്കുന്നു. അപ്പോഴത്തേക്ക് അലീന ഫോൺ വിളിക്കുന്നു. അച്ഛാ എഴുന്നേറ്റോ? എഴുന്നേറ്റ് മോളെ, ടീ കിട്ടിയോന്ന് ചോദിക്കും. ഇല്ല, ടീ കിട്ടിയില്ല, 2 മിനിറ്റ് ഇപ്പം കിട്ടുമെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കും. ഇതെങ്ങനെ? അതൊക്കെ പോകുന്നതിന് മുമ്പ് അലീന ചേച്ചി എന്നെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന അച്ഛാ, എങ്ങനെയുണ്ട് ചായ? അടിപൊളി, അലീനയുടെ ട്രെയിനിങ് അല്ലേ എന്ന് പറയും. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി കോളേജിൽ പോയ കാര്യമൊക്കെ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. നിനക്കും പഠിക്കാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, വേണ്ട അച്ഛൻ, എൻ്റെ പഠിപ്പ് നിർത്തിയിട്ട് 5 വർഷത്തിന് മുകളിലായില്ലേ, ഇനി എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം മനുഷ്യങ്കർ ഗ്രേസിയാൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്, എല്ലാവരെയും കൂട്ടി ചിന്നിക്കുട്ടിയെ കാണാൻ പോകാനായിട്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ് പോകാനായിട്ട്. അങ്ങനെ എല്ലാവരും വണ്ടിയുടെ അടുത്തോട്ട് വരുമ്പം നമ്മുടെ മനുഷ്യങ്കർ അലീനയുടെ അടുത്ത് പറയും, നീ എൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്ന് പറയും. ഞാനോ? അത് അവരുടെ കാറിലല്ലേ മനുവേട്ടാ പോകുന്നതെന്ന് പറയും. അത് എൻ്റെ കാറിൽ പോവാം. അതെങ്ങനെയാണ്? അതുള്ള ചെപ്പടി വിദ്യയൊക്കെ ഞാൻ പറയാം, നീ മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഗ്രേസി ആൻറ്റി അടുത്ത് പറയും, ആൻറ്റി എൻ്റെ കാറിൽ പോവാം, അതാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കംഫർട്ടബിൾ. അല്ല മനു ഡ്രൈവ് ചെയ്യാൻ, ജോസൂട്ടി വരുമല്ലോ. അത് വേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്യാം, എൻ്റെ കാറിൽ പോകാമെന്ന് പറയും. മാമച്ചനങ്ങൾ പോകുന്നില്ല, കാലിന് സുഖമില്ലാത്തതുകൊണ്ട്. അങ്ങനെ എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ അവർ കാറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എങ്കിൽ ആൻറ്റി ഫ്രണ്ടിൽ കയറാൻ പറയും. ഉടനെ നമ്മുടെ രേവതിക്കുട്ടി പെട്ടെന്ന് പറയും, വേണ്ട, നിങ്ങൾ കൊല്ലപ്പള്ളിക്കാരൊക്കെ ഒരുമിച്ച് പോയാൽ മതി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കാമെന്ന് പറയും. അത് മതി, ഞാൻ എൻ്റെ രേവതിക്കുട്ടിയോട് ഒരുമിച്ചിരുന്നോളാം, അലീന ഫ്രണ്ടിൽ ഇരിക്കാൻ പറയും. അങ്ങനെ അവർ യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മനുഷ്യങ്കരനോട് അലീന പറയുന്നു, നമുക്കൊരു ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും 2 ഫ്രോക്കും ഒക്കെ മേടിക്കണം, ചിന്നുമോൾക്ക് മേടിക്കണമെന്ന് പറയും. അപ്പോൾ മനുഷ്യങ്കർ പറയുന്നുണ്ട്, ബേക്കറി സ്വീറ്റ്സ് കിട്ടും, ഫ്രോക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അതൊരു തമാശ രൂപേണ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി നേരെ ഓർഫനേജിലോട്ട് പോകുന്നുണ്ട്. ആ സമയം അതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കുട്ടി പറയും, അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ ആൻറ്റി? ചേച്ചി നിനക്ക് അസൂയുണ്ടോടി? ചെറുതായിട്ടൊരു അസൂയുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ട് കയറുന്ന ഓർഫനേജിൽ കയറി കാറ് മാറി വന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ മനസ്സിലാവത്തില്ല. അങ്ങനെ എല്ലാവരും കയറി വരും. അപ്പം മനുഷ്യങ്ങൾ പറയും, അലീന പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറയും. അതെന്തിനാ? അത് എന്നെ പരിചയമില്ലല്ലോ, എന്തോ പിന്നെ പരിചയപ്പെടുത്തും, അതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം, മനുഷ്യന് വരാൻ പറയും. അങ്ങനെ മനുഷ്യങ്ങനെ അകത്തോട്ട് കയറും. ഇവരെ കണ്ടപാടെ നമ്മുടെ ചിന്നിക്കുട്ടി ഓടി വരികയാണ്, രേവതി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ രേവതി ആൻറ്റി കെട്ടിപ്പിടിക്കും. അപ്പോഴത്തേക്ക് ഇതായിരുന്നു നമുക്ക് മനസ്സിലായോ, അലീന ആൻറ്റി എന്ന് നമ്മുടെ ചിന്നിക്കുട്ടി പറയും. അങ്ങനെ അലീന പെട്ടെന്ന് മോളെ എടുക്കുകയാണ്. അതിനുശേഷം ഈ അങ്കിളിനെ മനസ്സിലായോ? ഇല്ല, ഈ അങ്കിൾ ഏതാന്ന്, ഇതെൻ്റെ അങ്കിളിൻ്റെ മോനാന്നൊക്കെ പറയും. ഗ്രേസി ആൻറ്റി ചിന്നിക്കുട്ടിക്ക് പരിചയമുണ്ട്. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചിന്നിക്കുട്ടിയെ കണ്ടതിന് ശേഷം അവരെല്ലാവരും കൂടി രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാനായിട്ട് രമേശൻ നായരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, ജയദേവനെ കാണാൻ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ശൈലജ ഇവരോട് മുഷിഞ്ഞ് സംസാരിക്കും. കാരണം വിവാഹം കഴിഞ്ഞിട്ട് 10-17 വർഷമായില്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പം രമേശൻ നായർ പറയും, അതൊന്നും അവരെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നും നിനക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.